ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത ചോദ്യമാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഒരു ചോദ്യം നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അടുത്ത ചോദ്യം നോക്കാം. എ ടോയ് ഈസ് ഇൻ ദ ഷേപ്പ് ഓഫ് എ സ്ക്വയർ പിരമിഡ്. ഓക്കെ, അപ്പോൾ ഒരു ടോയ് ഉണ്ട്. ഈ ടോയിന്റെ ഷേപ്പ് എന്താ പറഞ്ഞിട്ടുള്ള ഒരു ടോയ് എന്തോ ഒരു കളിക്കുന്ന സാധനം, അതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് എന്താന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ ഒരു സ്ക്വയർ പിരമിഡിന്റെ ഷേപ്പിലാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു സ്ക്വയർ പിരമിഡിന്റെ ഷേപ്പിലാണ്. ഓക്കെ, എന്തോ ഒരു ടോയ്. ഓക്കെ, സ്ക്വയർ പിരമിഡിന്റെ ഷേപ്പിലാണ്. അപ്പൊ ഞാനത് ആ സ്ക്വയർ പിരമിഡ് ഇവിടെ ചുമ്മാ ജസ്റ്റ് വരച്ചു വെക്കുന്നുണ്ട്. ഈ ഒരു ഷേപ്പിലുള്ള ഒരു ടോയ്. ഓക്കെ, ഒരു ടോയ്, ചുമ്മാ ഒരു ടോയ് ഇതാ ഞാൻ വരച്ചു വെക്കുന്നത്. സോറി, ആൻഡ് ഹിയർ വി ഗോ. ഇതാണ് നമ്മുടെ ടോയ്. സ്ക്വയർ പിരമിഡ് ആണ്. ഇതിപ്പോ സ്ക്വയർ പോലെയല്ലല്ലോ എടുക്കുന്നത്. ഓക്കെ, ഇങ്ങനെയുള്ള ഷേപ്പിലുള്ള സംഭവം. ഇത് സ്ക്വയർ ആണെന്ന് വിചാരിക്കുക. ഇതിപ്പോ ഒരു റെക്ടാംഗിൾ പോലെയൊക്കെ എടുക്കുന്നത്. സോ വാട്സ് എവർ, സ്ക്വയർ ആണെന്ന് വിചാരിക്കുക. അങ്ങനെ ഒരു ടോയ് ഈസ് ഇൻ ദ ഷേപ്പ് ഓഫ് എ സ്ക്വയർ പിരമിഡ് ഓഫ് ബേസ് എഡ്ജ് 16 സെന്റിമീറ്റർ. ബേസ് എഡ്ജ് കേട്ടോ, ബേസ് എഡ്ജ് എന്ന് പറയുന്നത് 16 സെന്റിമീറ്റർ. ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഞാനത് ഈ ഒരു ഫിഗർ ഞാൻ ഇവിടെ എടുക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് തുറന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കില്ലോ. അപ്പോൾ ഈ പീസ് ഞാനിത് എടുക്കുന്നുണ്ടേ. ഓക്കെ, ഓക്കെ, ഇതാ ഈ പീസ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ഈ സംഭവം തുറന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഈ ഒരു ഷേപ്പിലായിരിക്കും തുറന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്നത്. അത് മനസ്സിലാക്കാനായിട്ടാണ്. ഇങ്ങനെയുണ്ട്. ടോയ്സ് ഇൻ ദ ഷേപ്പ് ഓഫ് സ്ക്വയർ പിരമിഡ്, ബേസ് എഡ്ജ് 16 സെന്റിമീറ്റർ. ബേസ് എഡ്ജ് എന്ന് പറയുമ്പോൾ 16 സെന്റിമീറ്റർ. ഇതാണ് നമ്മുടെ ബേസ് എഡ്ജ്, 16 സെന്റിമീറ്റർ. ഞാനത് തന്നിട്ടുള്ള കാര്യങ്ങളോട് എഴുതി വെക്കുന്നുണ്ട് കേട്ടോ. ബേസ് എഡ്ജ് പറഞ്ഞാൽ എ ആണല്ലോ. എ ഇസ് ഈക്വൽ ടു 16 സെന്റിമീറ്റർ ആണ്. ഓക്കെ, 16 സെന്റിമീറ്റർ ആണ്. ഇനി എന്താ തന്നിട്ടുള്ളത്? ആൻഡ് സ്ലാൻഡ് ഹൈറ്റ്. സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്? സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത് വി നോ ദാറ്റ് സ്ലാൻഡ് ഹൈറ്റ് ഈസ് ദിസ് വൺ. എവിടെ നിന്ന് പിടിക്കുകയാണ്? ഇതാ ഇവിടെ നിന്ന് ഈ സെന്ററിൽ നിന്ന് കറക്റ്റ് ഇങ്ങോട്ടേക്കാണ് നമ്മുടെ സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് 10 സെന്റിമീറ്റേഴ്സ്. 10 സെന്റിമീറ്റർ. 10 സെന്റിമീറ്റേഴ്സ്. ഓക്കെ, സോ വാട്ട് ഇസ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് പെയിന്റിങ് 500 സച്ച് ടോയ്സ്? ഇത്തരത്തിലുള്ള ഇതേപോലത്തെ ഒരു 500 ടോയ്സ് പെയിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര കോസ്റ്റ് ആവും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 80 രൂപയാണ് ഒരു സ്ക്വയർ മീറ്ററിന് കേട്ടോ. സ്ക്വയർ മീറ്ററിനാണ്. നമുക്ക് ഓരോ സ്റ്റെപ്പായിട്ട് ചെയ്യാം. ആദ്യം നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള അനുസരിച്ച് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള ടോട്ടൽ സർഫസ് ഏരിയ കാണാനാണ് മെയിൻ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ടോട്ടൽ സർഫസ് ഏരിയ. ഓക്കെ, ഇതാ ഇവിടെ എ തന്നിട്ടുണ്ട്, എൽ തന്നിട്ടുണ്ടല്ലോ. എത്രയായിരുന്നു? 10 സെന്റിമീറ്റർ. 10 സെന്റിമീറ്റർ. നമുക്ക് ടോട്ടൽ സർഫസ് ഏരിയ കാണാനായിട്ടാണ് നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യുന്നത്. ടോട്ടൽ സർഫസ് ഏരിയ ആണ്. ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നതിന്റെ ഈക്വേഷൻ നമുക്കറിയാം. എന്താ പഠിച്ചത് നമ്മൾ? എ സ്ക്വയർ പ്ലസ് 2AL ആണ് നമുക്കറിയാം. ഓക്കെ, എ സ്ക്വയർ പ്ലസ് 2AL ആണെന്ന് അറിയാം. അത് അതേപോലെ തന്നെ എഴുതി വെക്കുക. തന്നിട്ടുണ്ടല്ലോ എ എന്നുള്ളത് തന്നിട്ടുണ്ടല്ലോ. എ എന്നുള്ള 16, അതിന്റെ സ്ക്വയർ പ്ലസ് 2AL എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ എത്രയാന്ന് പറഞ്ഞു? 16 ആണ്. ഇൻറ്റു എൽ എന്ന് പറഞ്ഞാൽ 10 ആണ്. ഓക്കെ, സോ സിംപ്ലിഫൈ ചെയ്യാം. 16ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16 ഇൻറ്റു 16. സോ 16 ഇൻറ്റു 16, 6 6 36, 36 6, ബാക്കി 3, 1 6 6, 7 8 9, 1 6 6, 1 1 1, 6 9 15 5, ബാക്കി 1, 256. 256 ആണല്ലോ. 256. ഓക്കെ, സോ 256 പ്ലസ് 2AL. 2AL എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇത് ഇങ്ങനെ ചെയ്യണം കേട്ടോ. ഇത് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണേ. 2AL എന്ന് പറയുന്ന സമയത്ത് നോക്കിക്കേ, 16 ഇൻറ്റു 10 ഉണ്ട്, അത് 160 കിട്ടും. 160 ഇൻറ്റു 2 ഉണ്ട്, സോ 160 ഇൻറ്റു 2 എന്ന് പറയുന്ന സമയത്ത് 160 ഇൻറ്റു 2 എന്ന് പറയുന്ന സമയത്ത് 160 ഇൻറ്റു 2 സിഗൽ ടു 0, 1 6 6 2 12 2, ബാക്കി 1, 1 2 2 3, 320 ഇവിടെ കിട്ടും. ഓക്കെ, 256 പ്ലസ് 320 കിട്ടും. ഇതൊന്ന് കൂട്ടിക്കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് 320 പ്ലസ് 256 ഇസിക്കൽ ടു 6 7 5, 576. എന്തെന്ന് കിട്ടി നമുക്ക്? ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ 576 സെന്റിമീറ്റർ സ്ക്വയർ കിട്ടി. ഇത് മാത്രം കണ്ടെത്തിയാൽ മതിയോ? പോരാ. ഇതേപോലത്തെ എത്ര എണ്ണം ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ളേ? ഇതേപോലെ തന്നെ 500 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ള 500 അത്തരത്തിലുള്ള ടോയ്സ് ഉണ്ട്. സോ അതിന്റെ ടോട്ടൽ സർഫസ് ഏരിയ കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ 576 ഇൻറ്റു 500 ചെയ്യണം. ഞാൻ പുതിയൊരു പേജിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. എത്രയായിരുന്നു? 576 അല്ലേ? 576 ഇൻറ്റു 500 ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 0 0 0, again 0 0 0,
6 5 30, 30ലേക്ക് 0 ബാക്കി 3, 7 5 35, 35 3, 36 37 38, 38ലേക്ക് 8 ബാക്കി 3, 5 5 25, 25 26 27 28, 28. സോ നമുക്ക് എത്ര കിട്ടുന്നേ? 0 0 0 8 8 2. ഓക്കെ, എത്ര കിട്ടി? 2,88,000 എന്ന് കിട്ടി. 2,88,000 എന്ന് കിട്ടും. 2,88,000 കിട്ടി. അത് ഞാനിതാ ഇവിടെ എഴുതി വെക്കുന്നത്. എത്രയാണ്? 500 എണ്ണല്ലേ? 500 സച്ച് ടോയ്സ് ഉണ്ട്. ഞാനിത് ഇങ്ങനെ പൊക്കുന്നുണ്ട് കേട്ടോ. ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് എഴുതാം. സോ വി നീഡ് ബ്ലാക്ക്. ഓക്കെ, 576 കിട്ടിയിട്ടുണ്ട്. സോ ഇവിടെ എന്താ പറഞ്ഞിട്ടില്ല? അത്തരത്തിലുള്ള 500 സച്ച് ടോയ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല. സോ 500 × 576 എത്ര കിട്ടി നമുക്ക്? 2,88,000 കിട്ടി. 2,88,000 കിട്ടി. ഇത്രയും എന്താ കിട്ടിയിട്ടുള്ളത് നമുക്ക്? സെന്റിമീറ്റർ സ്ക്വയറാ. ഇവിടെ കിട്ടിയിട്ടുള്ളത് സെന്റിമീറ്റർ സ്ക്വയറാ. സെന്റിമീറ്റർ സ്ക്വയറിനെ മീറ്റർ സ്ക്വയർ ആക്കണം. കാരണം ഇവിടെ പറഞ്ഞിട്ടുള്ളത് മീറ്റർ, സ്ക്വയർ മീറ്റർ എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. സോ ഇതിനെ എന്ത് ചെയ്യണം? നമുക്ക് സെന്റിമീറ്റർ സ്ക്വയറിനെ മീറ്റർ സ്ക്വയറിൽ ആക്കണമെന്നുണ്ടെങ്കിൽ ഈ കിട്ടിയിട്ടുള്ള എമൗണ്ടിനെ എത്ര കിട്ടിയിട്ടുള്ള നമുക്ക്? 2,88,000 അതായത് സെന്റിമീറ്റർ സ്ക്വയറിനെ മീറ്റർ സ്ക്വയർ ആക്കാനായിട്ട് ഡിവൈഡഡ് ബൈ എത്ര ചെയ്യണം? നമ്മൾ 10,000 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണം. 10,000 വെച്ച് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നോക്കിക്കേ? 0 പോയി 0 പോയി 0 പോയി 0 പോയി 0 പോയി 0 പോയി. ബാക്കി എന്തുണ്ട്? ഇവിടെ നോക്കിക്കേ, ഒരു 0 കൂടി ഉണ്ട്. ഈ 0 കളയണമെന്നുണ്ടെങ്കിൽ ഇവിടെ പോയിന്റ് ഇടണം. ഓക്കെ, നമുക്ക് എത്ര ആൻസർ കിട്ടും? അപ്പോൾ 28.8 ഇട്ടാ 28.8 എന്ന് കിട്ടും. ഓക്കെ, മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? ഒന്നുകൂടി പറയാം. 2,00,000 നോക്കിക്കേ, നമ്മുടെ ചോദ്യത്തിൽ ഉണ്ടായിരുന്നത് 2,88,000 സെന്റിമീറ്റർ സ്ക്വയർ ആയിരുന്നു. അതിന് മീറ്റർ സ്ക്വയർ ആക്കണമെന്നുണ്ടെങ്കിൽ 10,000 വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്യുമ്പോൾ 0 പോയി 0 പോയി 0 പോയി 0 പോയി 0 പോയി 0 പോയി. ഇനി എത്രയുള്ളത് നോക്കിക്കേ? 288 ഡിവൈഡഡ് ബൈ 10. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ ചെയ്യുക? ഈ 0 കട്ട് ചെയ്തിട്ട് ഒരു പോയിന്റ് ഇട്ടാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് എത്ര കിട്ടും? 28.8 എന്ന് കിട്ടും. 28.8 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. ഓക്കെ, ഇനി അതിൽ ചോദ്യത്തിൽ നോക്കിക്കേ, ഇത്രയും മീറ്റർ സ്ക്വയർ കിട്ടി. ഒരൊറ്റ കാര്യം കൂടിയുള്ളൂ, 80 റുപ്പീസ് ആണ് പെർ സ്ക്വയർ മീറ്ററിന്. അങ്ങനെയാണെങ്കിൽ 28.8 മീറ്റർ സ്ക്വയർ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യണ്ടേ? 80 × 28.8. ഞാനിതാ അതിന്റെ പോയിന്റ് ഇല്ലാണ്ട് ഞാൻ ചെയ്യണം കേട്ടോ. 28.8 × 80. ഞാനിതാ പോയിന്റ് ഇല്ലാണ്ട് ചെയ്തതിന് ശേഷം ഞാൻ പോയിന്റ് ഇടാം. ഓക്കെ, നോക്കിക്കേ, 0 0 0 8 8 64, 64ലേക്ക് 4 ബാക്കി 6. ഓക്കെ, ഇനി 8 8 64, 64ഉം 6ഉം 8 8 64, 64 കഴിഞ്ഞാൽ 6ഉം 70, 70ലേക്ക് 0 ബാക്കി 7. 1 8 8 2 16, 16ഉം 7ഉം 16 കഴിഞ്ഞ് 17 12 19 20 21 22 23 0 4 0 3 2. എത്ര കിട്ടി നമുക്ക്? 2 3 0 4 0. ഇവിടെ പോയിന്റിന് ശേഷം എത്ര സംഖ്യ ഉണ്ട്? ഒരു സംഖ്യ. അങ്ങനെയാണെങ്കിൽ ഒരു സംഖ്യ നീക്കിയിട്ട് എന്ത് ചെയ്യുക? പോയിന്റ് ഇടുക. സോ വി ഗോട്ട് എത്ര കിട്ടും നമുക്ക്? ആൻസർ വരുന്നത് കോസ്റ്റ് ഇടാം. ടോട്ടൽ കോസ്റ്റ് എത്ര വരിക? ടോട്ടൽ ചാർജ് വരുന്നത് 2,304 രൂപയാണ് വരിക കേട്ടോ. റുപ്പീസ് ആണ്. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞത്. മനസ്സിലായല്ലോ? അപ്പൊ അടുത്ത ചോദ്യം നമ്മൾ അടുത്ത ക്ലാസ്സിലായിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ആൻഡ് ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.